Hi all, welcome to once. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ചാപ്റ്റർ 3 ആയിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ഫസ്റ്റ് സെഷൻ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസും സെക്കൻഡ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സും നോക്കി. മൂന്നാമത്തെ സെഷനാണിത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷനിലായാലും വരുന്ന ക്ലാസ്സുകളിലായാലും പറഞ്ഞിരുന്ന സ്റ്റാറ്റിക്സ് റെസ്റ്റിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. വേറെ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മോഷനിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മോഷനിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. പക്ഷേ എന്താ, ഫോഴ്സസ് കോസിങ് ദാറ്റ് മോഷൻ, ആ മോഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നില്ല, എന്തൊക്കെ ഫോഴ്സസ് കാരണമാണ്, ആ ഫോഴ്സസ് ഒന്നും നമ്മൾ എന്താ കൺസിഡർ ചെയ്യാനില്ല. സോ ബേസിക്കലി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത് റിഗാർഡിങ് ഫ്ലൂയിഡ് മോഷൻ, പിന്നെ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ഏതൊക്കെ ടൈപ്പ് ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ട്, പിന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഫ്ലോ ലൈൻസ്, ഇത്തരം കാര്യങ്ങളാണ് എന്ത് ബേസിക്കലി നമ്മൾ എന്താ ഈ ഒരു ചാപ്റ്ററിൽ എന്താ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ടിങ് വിത്ത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ, കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മോഷനിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ബട്ട് ഫോഴ്സസ് കോസിങ് ദാറ്റ് മോഷൻ, ആ ഒരു ഫോഴ്സ്, ഇപ്പോൾ പ്രഷർ ഫോഴ്സ്, ഗ്രാവിറ്റി, അങ്ങനെ പല ഫോഴ്സസ് ഉണ്ട്. വിസ്കസ് ഫോഴ്സസ് ആവട്ടെ, ഫോഴ്സസ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി ആവട്ടെ, ടർബുലൻസ് ആവട്ടെ, ഇങ്ങനെ ഒരുപാട് ഫോഴ്സസ് എന്താണ് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ എന്താ ആക്ട് ചെയ്യും. അപ്പോൾ ആ ഫോഴ്സസ് നമ്മൾ എന്താണ് ഈ ഒരു ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസിലൊന്നും നമ്മൾ എന്താ നോക്കുന്നില്ല. അപ്പോൾ ആസ് യു ക്യാൻ സീ, ഒരു കാർ മൂവ് ചെയ്യാൻ നേരത്തായാലും എന്താ ഫ്ലൂയിഡ് അതിൻ്റെ മേലെ കൂടെ പോകുന്നു, ബിൽഡിങ്സ് ആവട്ടെ, ബ്രിഡ്ജസ് ആവട്ടെ, ഏതൊരു സെക്ഷൻസും നമ്മളെടുത്താലും അവിടെ എല്ലാം എന്താണ് ഫ്ലൂയിഡിൻ്റെ മോഷനുണ്ട് അല്ലേ, ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവാം, അതിൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ കമ്പോണൻസ് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് എന്താ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താ ബേസിക്കലി നോക്കാൻ പോകുന്നത്. സോ നമ്മളൊരു ഫ്ലൂയിഡിനെ ഡിസ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യണത് ബേസിക്കലി രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഒന്ന് ലഗ്രാങ്കിൻ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ആണ് എന്ത് ഉള്ളറിയൻ മെത്തേഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലഗ്രാങ്കിൻ മെത്തേഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. ലഗ്രാങ്കിൻ മെത്തേഡ് എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ നമ്മളൊരു പൈപ്പ് കൺസിഡർ ചെയ്യുന്നതാണ്, അതിൽ കൂടെ എന്താ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സീ ഇൻഡിവിജ്വൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്, ഇവിടെ എന്താ ഓരോ ഇൻഡിവിജ്വൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് നമുക്ക് കാണാം. അപ്പോൾ ലഗ്രാങ്കിൻ മെത്തേഡിൽ നമ്മളെന്താ ആക്സിലറേഷൻ, വെലോസിറ്റി, ഇങ്ങനത്തെ കമ്പോണൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ ബേസിക്കലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ആയിരിക്കും എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. ദി ഒബ്സർവർ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ എ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ റെഡ് ഡോട്ട്സ് ആയിട്ട് കാണിച്ചേക്കുന്നത് എന്താ ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അതിലെന്താണ് ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ആയിരിക്കും നമ്മളെന്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യണത് ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെയാണ് എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ടൈം T1 എന്താണ് ഈ ഒരു പൊസിഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ടൈം T2 എത്തിയപ്പോൾ എന്തായിരുന്നു ആ ഒരു പൊസിഷൻ എന്താ ഇങ്ങോട്ടേക്ക് മാറി. ആ ടൈം T3 എന്താണ് ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്താ അടുത്തൊരു പൊസിഷൻ അച്ചീവ് ചെയ്ത്, ആൻഡ് ടൈം T4 എന്താ വേറൊരു പൊസിഷൻ അച്ചീവ് ചെയ്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ആയിരിക്കും എന്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്താ അതിൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ കാര്യങ്ങളെല്ലാം എന്താ ഡിറ്റർമൈൻ ചെയ്യണം. സോ ആ മെത്തേഡിനെയാണ് നമ്മളെന്ത് ലഗ്രാങ്കിൻ മെത്തേഡ് എന്ന് പറയുന്നത്. വെറാസ് സെക്കൻഡ് മെത്തേഡാണ് എന്ത് ഉള്ളറിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഉള്ളറിയൻ മെത്തേഡിൽ ദി ഒബ്സർവർ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ എ പോയിന്റ് ഇൻ ദി സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമിലർലി ഒരു പൈപ്പ് ഉണ്ട്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതാണ് ഫ്രം 1 to 2. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എന്തായിരിക്കും ഫിക്സഡ് ആയിരിക്കും. നമ്മളൊരു പോയിന്റ് എന്ത് ചെയ്യും ഫിക്സ് ചെയ്ത് വെക്കും. ആൻഡ് ദി ഫ്ലൂയിഡ് പാർട്ടിക്കിൾ വിൽ ബി വേരിയിങ് ഫ്രം ടൈം ടു ടൈം. ഓരോ ടൈമിൽ എന്താണ് അവിടെ വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ മാറിക്കൊണ്ടിരിക്കും. ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെയിം പോയിന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ടു ദാറ്റ് ആയിരിക്കും നമ്മളെന്ത് വെലോസിറ്റി ആയാലും ആക്സലറേഷൻ ആയാലും എല്ലാം എന്താ കണ്ടുപിടിക്കണം. ക്ലിയർ? സോ രണ്ടും എന്താണ് ഫ്ലൂയിഡ് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള മെത്തേഡാണ് ലഗ്രാങ്കിൻ ആൻഡ് ഉള്ളറിയൻ. ലഗ്രാങ്കിൻ ഒബ്സർവർ കോൺസെൻട്രേറ്റ്സ് ഓൺ എ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആണ്. വെറാസ് ഇൻ ഉള്ളറിയൻ എന്താണ് ഒബ്സർവർ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ എ പോയിന്റ് ഇൻ ദി സ്പേസ്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ, ഈ കമ്പോണൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ലഗ്രാങ്കിൻ മെത്തേഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ ലഗ്രാങ്കിൻ മെത്തേഡ് നോക്കാം. സോ ഇനീഷ്യലി പറഞ്ഞ കാര്യം തന്നെ എന്താണ്, പൊസിഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന XYZ ആണ്. ആൻഡ് എനി ടൈം T ഫ്രം പൊസിഷൻ ABC അറ്റ് ടൈം 0. സോ ബേസിക്കലി നമുക്ക് എന്താ XYZ എന്ന് പറഞ്ഞ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻസ് എന്താ നമ്മൾ എടുത്തേക്കുന്നത് ABC ആണ്. ടൈം എന്ന് പറഞ്ഞാൽ എന്താ T ആണ്. അപ്പോൾ XYZ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ABC പൊസിഷനെയും എന്താണ് ടൈമിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താണ് വെലോസിറ്റി അല്ലേ, നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ U എന്ന് പറയുന്ന X ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ്, V എന്ന് പറയുന്ന Y ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ്, ആൻഡ് W എന്ന് പറഞ്ഞാൽ എന്താ Z ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ്. അപ്പോൾ യുന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ X ഡയറക്ഷൻ, വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് Y ഡയറക്ഷൻ, Wന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ Z ഡയറക്ഷൻ. സോ ബേസിക്കലി X ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ആണ് എന്ത് U ഈക്വൽ ടു എന്താ ഡോ X ബൈ ഡോ T. നമ്മൾ ഡിസ്റ്റൻസ് ബൈ ടൈം X ബൈ T, ഡോ X ബൈ ഡോ T ആണ്. V ഈക്വൽ ടു നമ്മളെന്താ ഡോ Y ബൈ ഡോ T, W ഈക്വൽ ടു എന്താണ് ഡോ Z ബൈ ഡോ T. സോ ഇതാണ് എന്ത് വെലോസിറ്റി കമ്പോണൻസ് U, V, W. സിമിലർലി
നമ്മൾ ആക്സലറേഷൻ കമ്പോണൻസ് വെലോസിറ്റി ബൈ ടൈം അല്ലെ, വെലോസിറ്റിനെ പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ആക്സലറേഷൻ കിട്ടണം. അപ്പോൾ എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ് ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ, എ വൈ സിമിലർലി വൈ ഡയറക്ഷനില്ല, എ ഇസഡ് സിമിലർലി എന്താ ഇസഡ് ഡയറക്ഷനിലല്ല. അപ്പോൾ എ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വെലോസിറ്റി ഡോ യു ബൈ ഡോ ടി എന്ന് എഴുതാം. ആൻഡ് യു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഡോ എക്സ് ബൈ ഡോ ടി ആണ്. സോ യുക്ക് വരുമായിട്ട് നമ്മൾ എന്താ ഡോ എക്സ് ബൈ ഡോ ടി പുട്ട് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് കിട്ടും. സോ എ എക്സ് ഈക്വൽ ടു എന്താണ് ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ ടി സ്ക്വയർ, എ വൈ ഈക്വൽ ടു എന്താ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ, എ ഇസഡ് ഈക്വൽ ടു എന്താ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ ടി സ്ക്വയർ. നമുക്ക് എന്താ ആക്സലറേഷൻ കിട്ടി. സോ റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയാൻ നേരത്ത് നമ്മൾ റിസൾട്ടന്റ് വെലോസിറ്റി എടുക്കാൻ നേരത്ത് നമ്മൾ എന്താ വി ക്യാപിറ്റൽ ലെറ്റർ വി ആയിട്ട് ഡിനോട്ട് ചെയ്യണം, ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ആണ്. സിമിലർലി റിസൾട്ടന്റ് ആക്സലറേഷൻ എന്ന് പറയുന്ന നേരത്ത് എന്താ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് എന്ത് ലഗ്രാഞ്ചിയൻ മെത്തേഡിൽ നമ്മൾ എന്താ ആക്സലറേഷൻ വെലോസിറ്റീസ് എന്താ കണ്ടുപിടിക്കാനായിട്ടുള്ള റിലേഷൻസ്, സെപ്പറേറ്റും കമ്പൈൻഡ് ആയിട്ടുള്ള റിസൾട്ടന്റ് വെലോസിറ്റി റിസൾട്ടന്റ് ആക്സലറേഷൻ്റെ റിലേഷൻ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്താ ഉളേറിയൻ മെത്തേഡിലേക്കാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഉളേറിയൻ ആവാൻ നേരത്ത് നമ്മൾ എന്താണ് മെയിൻ തിങ് എന്ന് പറയുന്നത് ഇവിടെ വെലോസിറ്റി യു വി ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും ഏത് ഡയറക്ഷൻ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ കമ്പോണന്റ് എന്താ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏത് പോയിന്റ് ആണോ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കണം, അപ്പോൾ ആ ഒരു പോയിന്റിലുള്ള അല്ലേ അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഏത് പോയിന്റ് ആണോ എടുത്തത് എക്സ് വൈ സെഡ് ഏത് പോയിന്റിൽ എത്രമാത്രം ഡിസ്റ്റൻസ് എക്സ് മാറിയാണ്, എത്രമാത്രം വൈ മാറിയാണ്, എത്രമാത്രം ഇസഡ് മാറിയാന്നുള്ള ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡിപ്പെൻഡ് ചെയ്യും. സോ വെലോസിറ്റി യു വി ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആൻഡ് എന്തായിരിക്കും മൂന്ന് ഡയറക്ഷനിൽ എക്സ് വൈ സെഡിനെ ആയിരിക്കും എന്ത് ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്ന നേരത്ത് എന്താണ് ഈ യുവിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എന്താ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എ എക്സ് ഈക്വൽ ടു എന്താ ഡോ യു ബൈ ഡോ ടി, എ വൈ ഈക്വൽ ടു എന്താ ഡോ വി ബൈ ഡോ ടി, എ ഇസഡ് ഈക്വൽ ടു എന്താ ഡോ ഡബ്ല്യു ബൈ ഡോ ടി. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ എന്താ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആയതുകൊണ്ട് അതിനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും ഈ ഒരു ടേംസ് ഇതൊക്കെ മാത്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, അതാണ് എൻലാർജ് ചെയ്ത് പറയാത്ത. എനിവേ എ എക്സ് എന്ന് പറയുന്ന നേരത്ത് യു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആണ്. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും യു ഇൻറ്റു ഡോ ഇ ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ ഇ ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ ഇ ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ഇ ബൈ ഡോ ടി എന്ന് കിട്ടും. അപ്പോൾ സിമിലർലി എ വൈ ആവുമ്പോൾ എന്ത് ചെയ്യുക യു എന്ന് പറഞ്ഞ കമ്പോണ്ട് റീപ്ലേസ് ചെയ്ത് എന്താ വി കൊണ്ടുവരിക, യുവിന് വരുമായിട്ട് യു ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് വരും, ഇവിടെ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വരും, ഇവിടെ ഡബ്ല്യു ഇൻറ്റു ഡോ വി ബൈ ഡോ ഇസഡ് ഡോ വി ബൈ ഡോ ടി. സോ എ എക്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യും എല്ലാ സ്ഥലത്തും യു ആയിരിക്കും, എ വൈ ആവുമ്പോൾ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സെക്ഷനിൽ കേട്ടോ വി വരും, എ ഇസഡ് ആവുമ്പോൾ എന്താ ഡബ്ല്യു വരും. ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ വെലോസിറ്റിയും കിട്ടി ആക്സലറേഷൻ കിട്ടി. ഇനി റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ആണ്. റിസൾട്ടന്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താ എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ ആണ്. സോ ലഗ്രാഞ്ചിയനിലും ഉളേറിയനിലും റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സെയിം റിലേഷൻസ് ആണ് യൂസ് ചെയ്യണം. ബട്ട് ദി തിങ് ഈസ് ദാറ്റ് ആക്സലറേഷൻ വെലോസിറ്റി കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഡിഫറൻറ്റ് ആണ്. ആൻഡ് ഈ രണ്ട് മെത്തേഡിൽ ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളേറിയൻ മെത്തേഡാണ്. നമ്മൾ ഈ ഫോർമുല കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നെങ്കിലും ബട്ട് സ്റ്റിൽ ആപ്ലിക്കേഷൻ വൈസും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഉളേറിയൻ മെത്തേഡാണെന്ത് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ആൻഡ് മൂവിങ് ഓൺ നെക്സ്റ്റ് ടോപ്പിക് ആണെന്ത് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ കമ്പോണൻസ്. അപ്പോൾ ഏതൊരു വെലോസിറ്റി വെക്ടർ നമുക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യണത് വി ഈക്വൽ ടു എന്താണ് യു ഐ പ്ലസ് വി ജെ പ്ലസ് ഡബ്ല്യു കെ, യു ഐ കെ പ്ലസ് വി ജെ പ്ലസ് ഡബ്ല്യു കെ ക്യാപ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ബേസിക്കലി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഫംഗ്ഷൻ ഓഫ് മൂന്ന് സ്പേസ് കോർഡിനേറ്റിനെയും ടൈമിനെയാണ് നമ്മളെന്ത് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യണം അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ ആ ഒരു സ്പേസ് കോർഡിനേറ്റ് ആണ് എന്ത് എക്സ് വൈ സെഡ്, പിന്നെന്താ ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു മൂന്ന് സ്പേസ് കോർഡിനേറ്റിന് ജനറലി എന്താണ് എഫ് ഓഫ് എസ് കോമ ടി എന്ന് എഴുതി. എസ് എന്ന് പറഞ്ഞാൽ സ്പേസ് കോർഡിനേറ്റ്. സോ വെലോസിറ്റി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം എന്ന് എഴുതി. ഇനി ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വെലോസിറ്റിനെ പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ആക്സലറേഷൻ ഈക്വൽ ടു വെലോസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു എന്താ ഡി ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ വെലോസിറ്റി നമുക്ക് ഓൾറെഡി എന്താ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം ആണ്. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡോ വി ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി പ്ലസ് ഡോ വി ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ ടി എന്ന് കിട്ടും. അപ്പോൾ ഡോ ടി പോവും. പിന്നെ നമുക്ക് നോക്കാൻ നേരത്ത് എന്താ ഡോ വി ബൈ ഡോ എസ് ആ രീതിയിൽ തന്നെ എഴുതി, ഡി എസ് ബൈ ഡി ടി സ്പേസ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് എഴുതി, പ്ലസ് എന്താണ് ഡോ വി ബൈ ഡോ ടി എന്ന് എഴുതി.
അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡോ വി ബൈ ഡോ എസ് ഇൻറ്റു വി പ്ലസ് ഡോ വി ബൈ ഡോ ടി എന്ന് കിട്ടി. ഇറ്റ് മീൻസ് ആക്സലറേഷൻ ഹാവ് ടു കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പോണൻറ്റ് വി ഇൻറ്റു ഡോ വി ബൈ ഡോ എസിനെയാണ് നമ്മൾ എന്ത് കൺവെക്റ്റീവ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡോ വി ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താണ് ലോക്കലിലെ ടെമ്പറൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ നേരത്ത് അതിൽ രണ്ട് ആക്സലറേഷൻ കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ലോക്കൽ, അതൊരു പോയിന്റിൽ നിൽക്കാൻ നേരത്തുള്ള ഒരു ലോക്കൽ ആക്സലറേഷനും ഒന്നും എന്താ ഒരു മോഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് കൺവെക്റ്റീവ് ആക്സലറേഷൻ. ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ റിലേഷൻ തന്നിട്ട് ആക്സലറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ആക്സലറേഷൻ്റെ റിലേഷൻ മഞ്ഞ ഏതാന്ന് വെച്ച് ബേസ് ചെയ്തിട്ട് എന്താണ് പല രീതിയിൽ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതും. എന്ന് വെച്ചാൽ ഡോ വി ബൈ ഡോ ടി ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, വി റൈറ്റ് സൈഡിലിടും. അപ്പോൾ ഈ ഇക്വേഷൻ നല്ലപോലെ അറിയാം. ആക്സലറേഷൻ ഈക്വൽ ടു എന്താ ഡോ വി ബൈ ഡോ ടി പ്ലസ് വി ഇൻറ്റു ഡോ വി ബൈ ഡോ എസ്. അതാണ് എന്ത് ആക്സലറേഷൻ്റെ ജനറൽ ഫോം. ആൻഡ് ഓൾസോ കമ്പോണൻസ് ഡോ വി ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താ ലോക്കൽ ഇല്ലെ ടെമ്പറൽ ആക്സലറേഷൻ ആണ്. ആൻഡ് വി ഇൻറ്റു ഡോ വി ബൈ ഡോ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺവെക്റ്റീവ് ആക്സലറേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? സോ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസിൽ വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ആണ് എന്ത് ആക്സലറേഷൻസിൽ കമ്പോണൻസ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഇല്ലേ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്ത് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ഫ്ലൂയിഡ് ഫ്ലോസിൻ്റെ ടൈപ്സ്. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്താണ് ഫ്ലൂയിഡ് ഫ്ലോസിന് എന്താണ് 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ 6 ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോസ് ഉണ്ട്. സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ, ലാമിനാർ ആൻഡ് ടർബുലന്റ്, റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ ഫ്ലോ. അപ്പോൾ ഇത്രയും ടൈപ്സ് ആണ് എന്ത് ബേസിക്കലി എന്താണ് ഫ്ലൂയിഡ് ഫ്ലോസിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്ലോ സ്റ്റഡി ആവുന്നത്, എങ്ങനെയാണ് അൺസ്റ്റഡി ആവുന്നത്, എന്തുകൊണ്ടാണ് കംപ്രസിബിൾ എന്ന് പറയുന്നത്, ഇല്ല ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നത് എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസിനായാലും നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ട് അത് കംപ്രസിബിൾ ഫ്ലോ ആണോ ഇല്ല ഇൻകംപ്രസിബിൾ ആണോ എന്നുള്ളതൊക്കെ എന്താ ചോദ്യം വരും. അപ്പോൾ ബേസിക്കലി അതെല്ലാം വരുന്നത് ആ ഒരു പോയിന്റ് വരിക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നിന്നാണ്. നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറഞ്ഞ എക്സ്പ്രഷനിൽ നിന്നാണ് എന്ത് ഈ പല ഫ്ലോസും എന്താണ് നമ്മൾ എടുക്കുന്നത്, ഇത് കൊണ്ടാണെന്നുള്ളത് നമ്മൾ എന്താ പ്രൂവ് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് ആദ്യം എന്താണ് ഈ ഫ്ലോ അല്ലേ, കംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു ഫ്ലോ നമ്മൾ ആ ഒരു ഫ്ലോ എന്ന് വെച്ചാൽ കണ്ടിന്യൂഷൻ തന്ന് അത് കംപ്രസിബിൾ ആണോ എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് വിത്ത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിൽ ഫസ്റ്റ് വൺ ആണെന്ത് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. സോ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് സച്ച് ആസ് വെലോസിറ്റി ആവട്ടെ, പ്രഷർ ആവട്ടെ, ഡെൻസിറ്റി ആവട്ടെ എന്താണ് ടൈമിനനുസരിച്ച് എന്താ ചേഞ്ച് ചെയ്യില്ല. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതങ്ങനെയാണ് നമ്മളെന്ത് സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും സ്റ്റഡി ഫ്ലോ എന്ന് പറയും. സോ ഡോ വി ബൈ ഡോ ടി ഈക്വൽ ടു 0, ഡോ റോ ബൈ ഡോ ടി വിത്ത് റെസ്പെക്ട് ടു ടൈം, വെലോസിറ്റി ബൈ ടൈം, ഡെൻസിറ്റി ബൈ ടൈം, പ്രഷർ ബൈ ടൈം എല്ലാം പാർഷ്യൽ ഡിഫറൻഷ്യലാണ് ചെയ്യണത്. സോ ടൈമിനനുസരിച്ച് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും സ്റ്റഡി ഫ്ലോ എന്ന് പറയും. അപ്പോൾ അൺസ്റ്റഡി എന്താ പക്കാ സിമ്പിൾ അല്ലേ, ടൈമിനനുസരിച്ച് എന്താ ചേഞ്ച് ചെയ്യുക, വെലോസിറ്റി പ്രഷർ ഡെൻസിറ്റി എന്താ ചേഞ്ചസ് വിത്ത് ടൈം, അതിനെയാണ് നമ്മളെന്ത് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. സോ ഡോ വി ബൈ ഡോ ടി നോട്ട് ഈക്വൽ ടു 0 അതിനെല്ലാം എന്താണ് കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടാവും. ഡോ റോ ബൈ ഡോ ടി, ഡോ പി ബൈ ഡോ ടി ഈക്വൽ ടു എന്താണ് നോട്ട് ഈക്വൽ ടു എന്താണ് 0. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ, സിമ്പിൾ ആണല്ലോ, മനസ്സിലായല്ലോ സ്റ്റഡി അൺസ്റ്റഡി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടേം എന്ന് പറഞ്ഞത് ഈ വെലോസിറ്റി പ്രഷർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല എന്ത് സ്റ്റഡി ഫ്ലോന്, അൺസ്റ്റഡിയിൽ എന്താ ചേഞ്ച് ആവും. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് എന്ത് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. സോ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടു സ്റ്റഡി ഫ്ലോനോട് ഒരു ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ മെയിൻ തിങ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് അല്ല ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ വെലോസിറ്റി, ദി ഫ്ലോ ഇൻ വിച്ച് വെലോസിറ്റി അറ്റ് എ ഗീവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇല്ല സ്പേസിനെ ബേസ് ചെയ്തിട്ട് വെലോസിറ്റി എന്താണ് ചേഞ്ച് ചെയ്യില്ല. വെലോസിറ്റി എന്താണ് അറ്റ് എ ഗീവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ? യൂണിഫോമിൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് അല്ല, വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഫോർ എ പർട്ടിക്കുലർ ടൈം, ഒരു കോൺസ്റ്റന്റ് ടൈമിലേക്ക് നമ്മൾ എന്താ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സ്പേസ് എന്താ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും യൂണിഫോം എന്ന് പറയും. ആൻഡ് ഇഫ് ഇറ്റ് ചേഞ്ചസ് അതിന് നമുക്ക് എന്ത് പറയാം നോൺ യൂണിഫോം എന്ന് പറയാം. അതിൻ്റെ നേരെ തിരിച്ച് വൈസ് വേഴ്സ അല്ലേ, ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റേ നമുക്ക് എന്താ സിമ്പിൾ കാര്യമാണ്. ഇൻ ദിസ് ഫ്ലോ വെലോസിറ്റി എന്താ അറ്റ് എ ഗീവൺ ടൈം എന്താ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്താ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു, രണ്ടെണ്ണം നിങ്ങളുടെ മനസ്സിലുണ്ട്, ഡൗട്ട്സ് ഒന്നുമില്ല. സ്റ്റഡി പഠിച്ചു, യൂണിഫോം പഠിച്ചു. ഇനി മൂവിങ് ഓൺ അടുത്താണ് എന്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ അല്ലേ.
നമ്മൾ ഇത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പല ആപ്ലിക്കേഷൻസിലും പല പ്രോബ്ലംസിലും. ബേസിക്കലി ലാമിനാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് എന്താ, റെനോൾഡ്സ് നമ്പർ ഇന്ന വാല്യൂവിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ലാമിനാർ, അതിൻ്റെ താഴെയാണെങ്കിൽ എന്താ ടെർബുലൻ്റ് എന്ന് പറയും. എന്നാലും ലാമിനാർ ഫ്ലോസ് എന്ന് പറയുന്നത് എന്താ, ഒരു സ്ട്രീം ലൈൻസ് ആയിട്ടുള്ള ഫ്ലോസ് ആണ് എന്ത് ലാമിനാർ. ടെർബുലൻ്റ് ആകുമ്പോൾ എന്താണ് സിക്സാഗ് അല്ലേ, ഈ ഒരു ഫിഗറിൽ കാണാം. ലാമിനാർ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോ ഇൻ വിച്ച് അഡ്ജസൻറ്റ് ലെയേഴ്സ് എന്ത് ചെയ്യും, പരസ്പരം ക്രോസ് ചെയ്യില്ല, വെൽ പാത്ത് ആയിട്ടായിരിക്കും എന്ത് മൂവ് ചെയ്യുന്നത്. വേറെ ടെർബുലന്റ് ഫ്ലോസിൽ എന്താണ്, അഡ്ജസൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എന്താ ക്രോസ് ഓവേഴ്സ് ഉണ്ടാവും, സിക്സാഗ് പാറ്റേൺസ് പോയും, അതിനെയൊക്കെ നമുക്ക് എന്താ ടെർബുലന്റ് എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുമ്പോൾ ഈ രീതിയിൽ പറയാം. ബട്ട് ഹൗ അല്ലേ, എങ്ങനെയാണ് നമ്മൾ ഈ ടെർബുലന്റ് ലാമിനാർ എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യുന്നത്? സ്റ്റാർട്ടിങ് പറഞ്ഞ ആ ഒരു നോൺ ഡയമെൻഷണൽ നമ്പർ തന്നെയാണ് എന്ത്, റെനോൾഡ്സ് നമ്പർ അല്ലേ. റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, റോ വി ഡി ബൈ മ്യൂ. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, വി വെലോസിറ്റി, ഡി ഡയമീറ്റർ, മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റി. ഒന്നുകൂടി പറയാം, റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റോ വി ഡി ബൈ മ്യൂ ആണ്, റോ ഡെൻസിറ്റി ആണ്, വി വെലോസിറ്റി ആണ്, ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. ഒരു പൈപ്പിൻ്റെ കേസിലാണെങ്കിലാണ് ഡി വന്നത്, പ്ലേറ്റ് ആകുമ്പോൾ എല്ലായിരിക്കും ലെങ്ത് ആയിരിക്കും. മ്യൂ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ് അല്ലേ ഡൈനാമിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി അതിൻ്റെ SI യൂണിറ്റ്, CGS യൂണിറ്റ്സ്, ഡയമെൻഷണൽ ഫോർമുല ഇതെല്ലാം പഠിപ്പിച്ചാണ്. പെട്ടെന്ന് ഏതൊരു ക്വാണ്ടിറ്റിൻ്റെയും യൂണിറ്റ് പറയാനുള്ള ട്രിക്കും പഠിപ്പിച്ചാണ്. സോ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് എന്ത് വരും, സിമ്പിളായിട്ട് നമുക്ക് പറയാം ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. CGSൽ പോയിസ് ആണ് അല്ലേ. സോ അത് വാച്ച് ചെയ്യാത്തവർ വാച്ച് ചെയ്യുക, പഠിക്കുക. സോ റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, റോ വി ഡി ബൈ മ്യൂ ആണ്. അപ്പോൾ ഇതൊരു ഡെഫിനേഷൻ അല്ല, ബേസിക്കലി ഇത് ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്. റെനോൾഡ്സ് നമ്പർ എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഫിനേഷൻ ഉണ്ട് അല്ലേ, ഏതൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും അതിനൊരു ഡെഫിനേഷൻ ഉണ്ട്. സോ റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. സോ അതിന് നമ്മൾ ഫോർമുല ഇട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ വന്ന എക്സ്പ്രഷൻ ആണ് എന്ത്, റോ വി ഡി ബൈ മ്യൂ. ഇനി ഇതിൽ തന്നെ നമ്മൾ ഡയമീറ്റർ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ശരിക്കും ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡയമീറ്റർ എന്ന് പറഞ്ഞൊരു ടേമാണ് എടുക്കുന്നത് അല്ലേ. ക്യാരക്ടറിസ്റ്റിക്സ് ഡയമീറ്റർ കാരണം ചിലപ്പോൾ അത് പൈപ്പായിരിക്കും, ഇനി പൈപ്പ് ആവില്ല, ചിലപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ ആവും അല്ലേ. അപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ ആകുമ്പോൾ ഡയമീറ്റർ എന്തെടുക്കും, അവിടെ ഒരു കൺഫ്യൂഷൻ വരുമല്ലേ. ഇപ്പോൾ ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ ഓക്കെ ഡയമീറ്റർ പോയി. ഇപ്പോൾ കൺസിഡർ ചെയ്ത പൈപ്പ് ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇല്ല ട്രയാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെയൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡയമീറ്റർ ആണ്, അതിൻ്റെ റിലേഷൻ 4 × ഏരിയ ബൈ പെരിമീറ്റർ ആണ്. ഏരിയ ആ ഒബ്ജക്റ്റിൻ്റെ ഏരിയ, പെരിമീറ്റർ. സർക്കിൾ ആണെങ്കിൽ π/4d², റെക്ടാങ്കിൾ ആണെങ്കിൽ സൈഡ് എയും ബിയും ആണ്, A × B. അപ്പോൾ ആ രീതിയിലുള്ള റിലേഷൻ ആണ് ശരിക്കും എടുക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഫ്ലോ ത്രൂ പൈപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും. എന്നാലും പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ എനിവേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ എന്താ, ലാമിനാറും ടെർബുലൻറ്റും ആണ്. അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന നോൺ ഡയമെൻഷണൽ നമ്പർ ആണെന്ത്, റെനോൾഡ്സ് നമ്പർ. റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്, അതിൻ്റെ റിലേഷനും അറിയാം. ഇനി പൈപ്പ് ഫ്ലോ ആണെങ്കിൽ റെനോൾഡ്സ് നമ്പർ എന്തായിരിക്കും, <2000 ആയിരിക്കും. ലാമിനാർ ആണെങ്കിൽ റെനോൾഡ്സ് നമ്പർ <2000 ആയിരിക്കും. ടെർബുലൻ്റ് ആണെങ്കിൽ എന്താണ്, <4000 ആയിരിക്കും. സോ ചില ടെക്സ്റ്റ് ബുക്കിൽ ചില വ്യത്യാസങ്ങൾ കാണുമ്പോൾ 2300 എന്ന് കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ജനറൽ ആയിട്ടുള്ള കേസാണ് പറയുന്നത്. ചില ടെസ്റ്റിൽ 2300 എന്നൊക്കെ പുട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ബട്ട് ജനറലി 2000 താഴെ ലാമിനാർ, 4000 മേളിൽ എന്താ ടെർബുലൻ്റ് ആണ്. ആൻഡ് ഫോർ പ്ലേറ്റ് ഫ്ലോ നമ്മൾ മെക്കാനിക്കൽ ആർക്കാണെങ്കിലും ജനറലി പ്ലേറ്റിൻ്റെ കുറേ കേസ്, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ടോപ്പിക്കിലും പ്ലേറ്റുകളിൻ്റെ കേസ് വരുന്നുണ്ട്. സോ പ്ലേറ്റ് ഫ്ലോയിൽ എന്താ, റെനോൾഡ്സ് നമ്പർ <5 × 10⁵ ആണെങ്കിൽ ലാമിനാർ ആണ്, <5 × 10⁵ ആണെങ്കിൽ ടെർബുലൻ്റ് ആണ്. ആൻഡ് ഓപ്പൺ ചാനൽസിൽ എന്താണ്, റെനോൾഡ്സ് നമ്പർ <500 ആണെങ്കിൽ ലാമിനാർ. മെയിൻലി സിവിൽ സെക്ഷനിൽ, ഹൈഡ്രോളജി ആ സെക്ഷൻസിലൊക്കെ ഈ ഒരു ടോപ്പിക്ക് ഓപ്പൺ ചാനൽ ഫ്ലോസ് നിങ്ങൾക്ക് വരുന്നതാണ്. <2000 ആണെങ്കിൽ എന്താ ടെർബുലൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ അത് പറഞ്ഞിരിക്കേണ്ടതാണ്, ലാമിനാർ ആണോ ടെർബുലൻ്റ് ആണോ എന്നുള്ള കേസുകൾ. ഇനി അടുത്ത ഫ്ലോ ആണ് നമ്മുടെ എന്ത്, റൊട്ടേഷണൽ ഇറൊട്ടേഷണൽ ഫ്ലോ. സിമ്പിളായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ റൊട്ടേഷണൽ ഫ്ലോ, റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയരുത്. ബേസിക്കലി റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നിടത്ത് അങ്ങനെയും നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം, ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അതിൻ്റെ മാസ് സെൻറ്ററിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അത് റൊട്ടേഷണൽ ഫ്ലോ ആണ്. അത് അതിൻ്റെ ആക്സിസിലെ മാസ് സെൻറ്ററിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ അത് റൊട്ടേഷണൽ ഫ്ലോസ് ആണ്. ബട്ട് നമ്മളൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്കത് അറിയണമല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ബേസിക്കലി യൂസ് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ആണ്. സോ നമ്മൾ റൊട്ടേഷനിലാണെങ്കിൽ, ഒരു ഫ്ലൂയിഡ് റൊട്ടേഷനിലാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ആംഗുലാർ വെലോസിറ്റിക്ക് എന്താണ് ഒരു വാല്യൂ ഉണ്ടാവും. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഡിനോട്ട് ചെയ്യണം ഒമേഗ എന്ന് പറഞ്ഞ ടേമാണ്. ω x, ω y, ω z.
അപ്പോൾ ആംഗുലാർ വെലോസിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്താ റൊട്ടേഷനിലാണ്. ആൻഡ് ഇഫ് ദി ആംഗുലാർ വെലോസിറ്റി ഒമേഗ എക്സ് ഒമേഗ വൈ ഒമേഗ ഇസഡിൻ്റെ വാല്യൂ എന്താ 0 ആണെങ്കിൽ എന്താണ് റൊട്ടേഷനിലാണ്. അപ്പോൾ മെയിൻ തിങ് എന്ന് പറയാൻ നേരത്ത് ഞാൻ പറഞ്ഞു റൊട്ടേഷനിലാണെങ്കിൽ എന്താ ആംഗുലാർ വെലോസിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒമേഗ വൈ 0 ആയി ഒമേഗ ഇസഡ് 0 ആയി, പക്ഷേ ഒമേഗ എക്സിന് ഒരു വാല്യൂ ഉണ്ട്, സപ്പോസ് 1 ആണെന്ന് വെച്ചോ, എന്നാലും റൊട്ടേഷനിലാണ്. ആംഗുലാർ വെലോസിറ്റീസ് മൂന്നും 0 ആയാൽ മാത്രം എക്സ് വൈ ഇസഡ് മൂന്നും 0 ആയാൽ മാത്രമാണ് എന്ത് റൊട്ടേഷനിലാവുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണത്തിന് പോലും വാല്യൂ ഉണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്താണ് റൊട്ടേഷനിലാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ആംഗുലാർ വെലോസിറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കും? ഒമേഗ എക്സ് ഒമേഗ വൈ ഒമേഗ ഇസഡ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ ഞാൻ തന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഇത് ബൈ ഹാർട്ട് പഠിക്കുക. റിലേഷൻ ഒമേഗ എക്സ് = ½ × ഡോ ഡബ്ല്യു ബൈ ഡോ വൈ മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ് ആണ്. ഒമേഗ വൈയുടെ ½ × ഡോ ഇ ബൈ ഡോ ഇസഡ് മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണ്. ആൻഡ് ഒമേഗ ഇസഡ് = എന്താ ½ × ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ ഇ ബൈ ഡോ എക്സ്. ഈ 3 റിലേഷൻസ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ആൻഡ് ഇഫ് ദർ ഇസ് എ കൺഫ്യൂഷൻ അത് അങ്ങോട്ട് മാറിപ്പോകുമെന്നാണെങ്കിൽ വോർട്ടസിറ്റി എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കുന്നുണ്ട്. എന്താണ് വോർട്ടസിറ്റി? ഫ്രീ വോർട്ടക്സ്, ഫോഴ്സ് വോർട്ടക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ വോർട്ടസിറ്റി വെക്റ്റർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ട്. ½ × I - j k ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് യു വി ഡബ്ല്യു. അപ്പോൾ ഈ ഒരു മെട്രിക്സ് അറിയാമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്താ ഈ റിലേഷൻസ് 3 എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു മെട്രിക്സ് പഠിച്ചിരിക്കാൻ പാടൊന്നുമില്ല. I j k ആണ്, ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് യു വി ഡബ്ല്യു ആണ്. അപ്പോൾ നമുക്ക് ഒമേഗ എക്സ് വേണമെങ്കിൽ നമ്മൾ ഈ ഡിറ്റർമെൻറ്റ് കണ്ടുപിടിക്കുന്ന പോലെ ഒമേഗ എക്സ് വേണമെങ്കിൽ ഈ ഒരു കമ്പൗണ്ട് എന്താ എലിമിനേറ്റ് ചെയ്യുക. സോ ½ × എന്ത് വരും ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ആസ് യു ക്യാൻ സി മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ്. നമ്മൾ ഈ മൈനറൊക്കെ കണ്ടുപിടിക്കുന്ന സെയിം പ്രിൻസിപ്പിൾ തന്നെ ഇല്ല ഡിറ്റർമെൻറ്റ്. അപ്പോൾ എക്സ് വേണമെങ്കിൽ ആ കമ്പൗണ്ട് എലിമിനേറ്റ് ചെയ്ത് ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ½ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒമേഗ എക്സ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഒമേഗ വൈ വേണമെങ്കിൽ എന്താ ഈ നടക്കത്തെ ടേം എന്താണ് കളഞ്ഞിട്ടുള്ള ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ ഇസഡ് ആണ്. മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് തിരിയും അല്ലേ. ഡോ യു ബൈ ഡോ ഇസഡ് മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് വരും. ആൻഡ് തേർഡ് വൺ എന്താ ഒമേഗ ഇസഡ് വേണമെങ്കിൽ എന്താ ആ തേർഡ് വൺ എന്താ റോയിങ് കോളം എലിമിനേറ്റ് ചെയ്യുക. സോ എന്ത് കിട്ടും? ഡോ വി ബൈ ഡോ എക്സ് യു ക്യാൻ സി മൈനസ് ഡോ യു ബൈ ഡോ എക്സിൽ ഡോ യു ബൈ ഡോ വൈ എന്ന് വരും. അപ്പോൾ അതാണ് നമ്മൾ എന്ത് കിട്ടും ഒമേഗ ഇസഡ്. അപ്പോൾ ഇതാണ് നമ്മളെന്ത് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള റിലേഷൻ. അപ്പോൾ ബെറ്റർ ഈ ഒരു ട്രിക്ക് ഓർത്തിരുന്നതിനാൽ ഫട്ടാഫട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റിലേഷനിലേക്ക് എത്താം. ആൻഡ് നല്ലൊരു മെമ്മറൈസ് ചെയ്യാമെങ്കിൽ ഈ 3 റിലേഷൻ എന്താ മെമ്മറൈസ് ചെയ്യാം. ക്ലിയർ? സോ വി വർ സ്പീക്കിംഗ് അബൌട്ട് റൊട്ടേഷൻ ആൻഡ് ഇറൊട്ടേഷണൽ. ആസ് പെർ ഡെഫിനേഷൻ എന്താ അതിൻ്റെ ഒരു മാസ് സെൻറ്ററിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റൊട്ടേഷൻ ഇല്ലെങ്കിൽ ഇറൊട്ടേഷനിൽ പറയും. ബട്ട് യൂസിങ് എ ഫോർമുല എന്താ ആംഗുലാർ വെലോസിറ്റി ബേസ് ചെയ്തിട്ടാണ്. 3 0 ആണെങ്കിൽ 3 ആംഗുലാർ വെലോസിറ്റിയും 0 ആണെങ്കിൽ ഇറൊട്ടേഷനാണ്. ആൻഡ് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ എന്താണ് ഇറ്റ് ഈസ് റൊട്ടേഷണൽ ഫ്ലോ. മൂവിങ് ഓൺ, അടുത്താണെന്ത് കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡെൻസിറ്റി അല്ലേ, ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടാണ് എന്ത് കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ എന്ന് പറയുന്നത്. സോ ഇഫ് ഡെൻസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്, ഒരു ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ് ഒരു സബ്സ്റ്റൻസിൻ്റെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്താണ് ഇൻകംപ്രസിബിൾ ആണ് അല്ലേ. ആൻഡ് ഇഫ് ഡെൻസിറ്റിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫ്രം പോയിന്റ് ടു പോയിന്റ് ഇഫ് ദി വാല്യൂ ഓഫ് ഡെൻസിറ്റി ഈസ് ബീങ് ചേഞ്ചിങ് ദെൻ ഇറ്റ് ഈസ് കംപ്രസിബിൾ ഫ്ലോ ആണ്. സിമ്പിളായിട്ട് ഈ പറഞ്ഞ ഫ്ലൂയിഡിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് എന്ത് കംപ്രസിബിളും ഇൻകംപ്രസിബിൾ ഫ്ലോയും. ഡെൻസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് കംപ്രസിബിലിറ്റി നമ്മൾ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത് 1 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ ഫ്ലോസ്. അപ്പോൾ 1D 2D 3D ഫ്ലോസ് നമ്മൾ ബേസിക്കലി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിലെ ഫ്ലൂയിഡ് പാരാമീറ്റർ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ സപ്പോസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെ സ്പേസ് കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ബേസ് ചെയ്തിട്ടാണ് എന്ത് 1 ഡയമെൻഷനാണോ 2 ഡയമെൻഷനാണോ 3 ഡയമെൻഷനാണോ എന്ന് പറയണം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം 3D തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫ്ലോ 3 ഡയമെൻഷനിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഫ്ലോ പാരാമീറ്റർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് 3 സ്പേസ് കോർഡിനേറ്റിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ എന്താ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് കോമ ടി ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് കോമ ടി ആണ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് കോമ ടി ആണ്. അപ്പം 3 സ്പേസ് കോർഡിനേറ്റിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്താ 3 ഡയമെൻഷണൽ ഫ്ലോ ആണ്. ഇനി 2 ഡയമെൻഷനിൽ ആവാൻ നേരത്തെ എന്താ 2 സ്പേസ് കോർഡിനേറ്റിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ തന്നേക്കണ യു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ ടി ആണ്. വി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ടി ആണ്. ഡബ്ല്യു ഈക്വൽ ടു 0 കാരണം 2 സ്പേസ് കോർഡിനേറ്റിനല്ലേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വന്നോന്നില്ല. ചിലപ്പോൾ എന്താ യു എന്ന് പറയുന്നത് എന്താ എഫ് ഓഫ് എക്സ് കോമ
ഇസഡ് കോമ ടി ആവാം, വി എന്ന് പറയുന്നത് 0 ആവാം, ആൻഡ് ഡബ്ല്യു അല്ലേ, ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ് കോമ ഇസഡ് കോമ ടി ആവാം. ഇതും ഒരു 2 ഡയമെൻഷണൽ ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു 2 സ്പേസ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുക, ഏതെങ്കിലും 2 സ്പേസ് കോർഡിനേറ്റിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യാമെന്നുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ ഡയമെൻഷണൽ ഫ്ലോ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പേസിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യാനുള്ളൂ. ആണെങ്കിൽ എന്താ, 1 ഡയമെൻഷനൽ ആണ്. യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ടി. വി 0 ആയിരിക്കും, ഡബ്ല്യു 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ, സിമ്പിളാണ്, മനസ്സിലാക്കുക. അപ്പോൾ അതാണ് എന്ത് 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ ഫ്ലോസ്. സോ അത്രയാണ് നമ്മുടെ എന്ത് ഫ്ലൂയിഡ് ഫ്ലോസിൻ്റെ എന്താണ് ക്ലാസിഫിക്കേഷൻ വന്നത്. സ്റ്റഡി അൺസ്റ്റഡി നമ്മൾ നോക്കി, കംപ്രസിബിൾ ഇൻകംപ്രസിബിൾ, യൂണിഫോം, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, കംപ്രസിബിലിറ്റി ആൻഡ് ലാമിനാർ ടർബുലൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോസ് എങ്ങനെയാണ് ആ ഒരു ഫ്ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതിൻ്റെ കണ്ടീഷൻസ് എന്താ നല്ലപോലെ അറിഞ്ഞിരിക്കുക. ഒരുപാട് പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്ത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. നമ്മൾ ഒരുപാട് പ്രാവശ്യം അല്ലേ നിങ്ങളുടെ ക്ലാസ്സിലായാലും പഠിക്കുന്ന ഒരു സാധനം കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1 V1 ഈക്വൽ ടു A2 V2, ഇല്ല റോ 1 A1 V1 ഈക്വൽ ടു റോ 2 A2 V2 എന്നൊക്കെ പറഞ്ഞ് ബൈ ഹാർട്ടായിട്ട് പറയുന്നതാണ്. കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന റിലേഷൻ ആണ് എന്ത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. സോ ഒരു ഫ്ലൂയിഡ് ഒരു പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇൻകംപ്രസിബിൾ ആവാം, കംപ്രസിബിൾ ഫ്ലൂയിഡ് ആവാം. സോ കംപ്രസിബിൾ ആണെങ്കിൽ ഡെൻസിറ്റി കമ്പോണൻറ്റ് വരും, ആൻഡ് ഇഫ് ഇൻകംപ്രസിബിൾ എന്താണ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കണമെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഫ്ലോ റേറ്റിനെ ബേസ് ചെയ്തിട്ട് റോ 2 A2 V2 ഈക്വൽ ടു റോ 1 A1 V1. ഇനി ഡെൻസിറ്റി സെയിം ആണെങ്കിൽ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ A1 V1 ഈക്വൽ ടു A2 V2 എന്ന് എഴുതാം. ഇതാണ് ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ബട്ട് ഫോർ എ 3 ഡയമെൻഷണൽ കേസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമ്മളൊരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുക്കുമ്പോൾ അതിന് ഡിറൈവ് ചെയ്ത് ഫൈനൽ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് ഡെറിവേഷൻസ് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ബട്ട് കൺസെപ്റ്റ് അറിയാനായിട്ട് എങ്ങനെയെന്ന് നമുക്കത് മനസ്സിലാക്കാം. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലുള്ള ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് വേണം. അതിൻ്റെ റിലേഷൻ ആണ് എന്ത് ഡോ റോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ റോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ റോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു എന്താ 0. ഇതാണ് എന്ത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ. ഡോ റോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ റോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ റോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ ഫ്ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ പറഞ്ഞ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡോ റോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ റോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ റോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0 ഏതൊക്കെ ഫ്ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ എക്സ് വൈ ഇസഡ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ 3 ഡയമെൻഷനിലാണ്. ഇനി ഇത് സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണോ? ശരിക്കും ഇത് അൺസ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഡോറോ ബൈ ഡോട്ടി എന്ന് പറഞ്ഞ ടേം എന്താ 0 ആവും. സ്റ്റഡി ആണെങ്കിൽ എന്താ ഡോറോ ബൈ ഡോട്ടി എന്ന് പറഞ്ഞ ടേം എന്താ 0 അല്ലേ? സ്റ്റഡി ഫ്ലോ നമ്മൾ പഠിച്ചു, ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല എന്ന്. അപ്പോൾ ഇത് സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഈ ടേം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ടേം ഇവിടെ ഉണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്താ അൺസ്റ്റഡി ഫ്ലോ ആണ്. ഇനി ഈ ഫ്ലോ കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ നിങ്ങളൊന്ന് ആലോചിച്ച്. ഇത് കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ? ഇവിടെ എല്ലാം ഡെൻസിറ്റി ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഡെൻസിറ്റി എല്ലാം എന്താണ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഡെൻസിറ്റി സെയിം ആണ്. അപ്പോൾ ഇവിടെ എല്ലാം ഡെൻസിറ്റി ഉള്ള സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്രസിബിൾ ആണ്. സോ 3 ഡയമെൻഷണൽ അൺസ്റ്റഡി കംപ്രസിബിൾ ഫ്ലോനുള്ള റിലേഷനാണ് ഈ ഞാൻ പറഞ്ഞത്. ഇനി സപ്പോസ് ചെയ്യുക ഈ ഡോറോ ബൈ ഡോട്ടി എന്ന് പറഞ്ഞ ടേം സ്റ്റഡി ആണ്, ഇതുണ്ടാവില്ല. പിന്നെന്താണ് ഡെൻസിറ്റി നമ്മൾ കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഈ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ കണ്ടിന്യൂക്കേഷൻ ഒന്നും കൂടി സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഡോ ഇ ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതും കണ്ടിന്യൂറ്റിക്കേഷൻ ആണ്. അപ്പോൾ ഈ റിലേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടിന്യൂറ്റിക്കേഷൻ ആണ്? 3 ഡയമെൻഷനിലാണ്, സ്റ്റഡി ആണ് അല്ലേ? ഡോറോ ബൈ ഡോട്ടി എന്ന് പറഞ്ഞ ടേം ഇല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ സ്റ്റഡി ആണ്. ആൻഡ് ഓൾസോ എന്താ കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ? നമ്മൾ ഡെൻസിറ്റി എല്ലാം എന്താണ് കോമൺ പോയി. സോ എന്ന് പറഞ്ഞാൽ എന്താ ഇൻകംപ്രസിബിൾ ആണ്. 3 ഡയമെൻഷണൽ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോനുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചോദ്യം വന്നു, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു, ചെക്ക് വെദർ ആ ഒരു യു വി ഡബ്ല്യു എന്ന് പറഞ്ഞ വെലോസിറ്റി പ്രൊഫൈൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇന്ന കാര്യം സ്റ്റഡി ഫ്ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ മീൻസ് സ്റ്റഡി ഫ്ലോ കംപ്രസിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? യു വി ഡബ്ല്യുടെ റിലേഷൻ ഈ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ കൊണ്ടുവന്ന് പുട്ട് ചെയ്യണം. യു വി ഡബ്ല്യുടെ റിലേഷൻ ഇപ്പോൾ സപ്പോസ് യു ഈക്വൽ ടു 3x, v ഈക്വൽ ടു 4y², w ഈക്വൽ ടു
4z ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരും. അത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ സ്റ്റഡിയിലെ കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ യു വി ഡബ്ല്യൂയുടെ റിലേഷൻസ് എന്താ ഈ 3 സ്ഥലങ്ങളിൽ പുട്ട് ചെയ്യുക. എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 0 കിട്ടണ്ടോ എന്ന് നോക്കുക. 0 കിട്ടണമെങ്കിൽ അഫ്കോഴ്സ് 3 ഡയമെൻഷനാണ്, സ്റ്റഡിയാണ്, ഇൻകംപ്രസിബിൾ ആണ്. ആൻഡ് 0 കിട്ടണില്ലെങ്കിൽ എന്താണ് വൈസ് വേഴ്സ അല്ലേ, അൺസ്റ്റഡിയാണ്, ഇൻകംപ്രസിബിൾ ആണ്. ഇനി റൊട്ടേഷണലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി ഞാൻ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ലാമിനാർ ടർബുലൻറ്റും ചെക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഡയമെൻഷനിൽ സ്റ്റഡിനെസ്, കണ്ടിന്യൂറ്റി കാര്യങ്ങൾ മീൻസ് കണ്ടിന്യൂറ്റി അല്ല കംപ്രസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ഈ റിലേഷനാണ് യൂസ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ ആയാലും അതിൻ്റെ കൺസെപ്റ്റ് ആയാലും. അപ്പോൾ തെറ്റിക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സെക്ഷനിൽ ചോദിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. സോ ഇതാണ് എന്ത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നോർമലും കണ്ടിന്യൂറ്റി ഇക്വേഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റും. ഓക്കെ, സോ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് എന്താ മൂവ് ഓൺ ചെയ്യാം. അടുത്താണ് എന്ത് ഫ്ലോ പാറ്റേൺ. ഫ്ലോ പാറ്റേൺ എന്ന് പറയുന്നിടത്ത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാന്നിടത്ത് അതിൻ്റെ ആ ഒരു പാത്ത് നമ്മൾ ട്രേസ് ചെയ്യണില്ല. പാത്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിലാണ്. പാത്ത് ലൈൻസ് ഉണ്ട്, സ്ട്രീക്ക് ലൈൻസ് ഉണ്ട്, സ്ട്രീം ലൈൻസ് ഉണ്ട്. 3 ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് എലമെൻ്ററി ട്രാജക്ടറീസ് ആണ് ഉള്ളത്. സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ. സോ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഫസ്റ്റ് വൺ ആണ് എന്ത് പാത്ത് ലൈൻ. പാത്ത് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ട്രേസ്ഡ് ബൈ എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇൻ മോഷൻ ആണ്. ഇപ്പോൾ ചുമ്മാ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് തറയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം പല ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഒരുപാട് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആസ് യു ക്യാൻ സി ABC എന്ന് പറഞ്ഞാൽ 3 ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇവിടെ ഗീവൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് അതിനെയാണ് നമുക്ക് എന്ത് പാത്ത് ലൈൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് പാത്ത് ലൈൻസ് ക്യാൻ ക്രോസ് ഓവർ ഈച്ച് അതർ. പരസ്പരം എന്താ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും ക്രോസ് ഓവർ ചെയ്യും. A ഇങ്ങനെ പോയി, B ഇങ്ങോട്ട് പോയി, C പോയി, പരസ്പരം എന്താ സിക്സാക് മോഷനിൽ എന്താ ക്രോസ് ഓവർ ചെയ്യും. സോ അങ്ങനത്തെ ലൈൻസിനെയാണ് എന്ത് പാത്ത് ലൈൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് പോകുന്ന പാത്ത് ഒരു ടൈം പീരീഡിൽ മൂവ് ചെയ്യുന്ന പാത്തിനെ നമുക്ക് എന്ത് പാത്ത് ലൈൻസ് എന്ന് നമുക്ക് എന്താ സ്റ്റേറ്റ് ചെയ്യാം. ഇനി അത് ഏതൊരു കണ്ടീഷനിലോട്ട് ഞാൻ ഇപ്പോൾ ചുമ്മാ ഒരു എക്സാമ്പിൾ ക്ലാസ്സിൽ നിന്ന് വെള്ളത്തിലുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഒഴിക്കുന്ന ഫ്ലൂയിഡ് ആവട്ടെ എന്തായാലും അവിടെ നമ്മളൊരു ഇൻഡിവിജ്വൽ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ എടുത്ത് ട്രേസ് ചെയ്യുന്ന പാത്തിനെ നമുക്ക് എന്താ പാത്ത് ലൈൻ എന്ന് പറയും. ഇനി സെക്കൻഡ് വൺ ആണ് എന്ത് സ്ട്രീം ലൈൻസ്. സ്ട്രീം ലൈൻസ് എന്ന് പറഞ്ഞാൽ ജനറലി ഒരു ഇമാജിനറി ലൈൻസ് ആണ്. ആൻഡ് ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരു വെലോസിറ്റി കമ്പോണൻറ്റിലെ സ്ലോപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈൻസ് ആണ് എന്ത് സ്ട്രീം ലൈൻസ്. അതിന് നമ്മൾ അനലറ്റിക്കലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ലൈനുകളാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സി ഈ ഒരു ഫിഗറിൽ നോക്കാൻ നേരത്താണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് വൈസ് ചെയ്തിട്ടാണ് എന്ത് ആ ഒരു സ്ട്രീം ലൈൻ അതിൻ്റെ റിലേഷൻസ് ഇക്വേഷൻസ് എല്ലാം ഫോം ചെയ്യുന്നത്. ആൻഡ് ഒരു പോയിന്റിൽ നമ്മൾ അതിൻ്റെ ഒരു ടാൻജൻറ്റ് എടുത്ത് ആസ് യു ക്യാൻ സി ഇറ്റ് ഈസ് എ ലൈൻ ദാറ്റ് ഈസ് എവരിവർ ടാൻജൻറ്റ് ടു ദി വെലോസിറ്റി ഫീൽഡ്. ഒരു വെലോസിറ്റി ഫീൽഡിന് ടാൻജൻറ്റ് ആയിട്ട് വരുന്ന ലൈൻസ് ആണ് എന്ത് സ്ട്രീം ലൈൻസ്. ആൻഡ് ദീസ് ഡസ് നോട്ട് ക്രോസ് ഈച്ച് അതർ. നമ്മൾ പാത്ത് ലൈൻ നോക്കിയപ്പോൾ അത് പരസ്പരം ക്രോസ് ചെയ്യുമായിരുന്നു. സ്ട്രീം ലൈൻസ് എന്താണ് പരസ്പരം ക്രോസ് ചെയ്യില്ല. ആൻഡ് ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ dx/u = dy/v = dz/w. അതാണ് എന്ത് ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ. u v w ആസ് യു നോ വെലോസിറ്റീസ് ആണ് x y z ഡയറക്ഷനിലുള്ളത്. സോ ഇതാണ് എന്ത് സ്ട്രീം ലൈൻ്റെ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഉണ്ട്, ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത്. ആൻഡ് തേർഡ് വൺ ആണെന്ത് സ്ട്രീക്ക് ലൈൻ. മൂന്നാമത്തെയാണ് എന്ത് സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ. സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് പിക്ചർ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചിമ്മിണിയിൽ നിന്ന് ഒരു പുക വരുന്നു, നമ്മൾ അതൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ അതൊരു ഷേപ്പ് ഉണ്ടാവും. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്തൊരു ഫോട്ടോ എടുക്കാൻ നേരത്തെ എന്താ അതിൻ്റെ ഷേപ്പ് മാറും. സോ സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഗീവ്സ് ഇൻസ്റ്റൻറ്റേനിയസ് പിക്ചർ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എങ്ങനെയാണ് നിൽക്കുന്നത് അതാണ് ബേസിക്കലി എന്ത് സ്ട്രീക്ക് ലൈൻ എന്ന് എന്താ നമ്മൾ ഡിനോട്ട് ചെയ്യണം. ക്ലിയർ? ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്മോക്ക് വരുന്നതാണ് ചിമ്മിണിയിൽ നിന്ന്, അത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇനീഷ്യലി ഒരു വെള്ളം ഒരു പാറ്റേൺ, അത് മാറിയിട്ട് എന്താ അടുത്തൊരു പാറ്റേൺ വന്നേക്കുന്നു. സോ ആ ലൈൻസിനെയാണ് നമ്മളെന്ത് സ്ട്രീക്ക് ലൈൻ എന്ന് പറയണം. ഇനി സ്ട്രീം ലൈൻസ് നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളെന്താ സ്ട്രീം ട്യൂബ് എന്ന് പറയാറുണ്ട്. ഒരു 3D സെക്ഷനിലുള്ള സ്ട്രീം ട്യൂബ്സ്. ക്ലിയർ? അപ്പോൾ 3 ടൈപ്പ് ലൈനുകളാണ് പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ, സ്ട്രീം ലൈൻ. ക്ലിയർ ആണല്ലോ? ആൻഡ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതാണ് മീൻസ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഗേറ്റ് ആവട്ടെ PSCs ആവട്ടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ നേരത്തെ എന്താ ഓരോ ലൈൻസ് ക്രോസ് ഓവർ ചെയ്യണ ഏതാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈൻസ് ഏതാണ് എന്നൊക്കെ എന്താ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്താണ് ആ ലൈൻ, എന്താണ് ആ കണ്ടീഷൻസ്, കാര്യങ്ങൾ എന്താ ക്ലിയർ ആയിട്ടിരിക്കുക. ആൻഡ് അടുത്തൊരു ടോപ്പിക്കാണ് എന്ത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി u/v/w എന്ന് പറഞ്ഞ വെലോസിറ്റീസ് x ഡയറക്ഷൻ, y ഡയറക്ഷൻ, z ഡയറക്ഷനിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻസ് ആണ് എന്ത്
വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ മെയിൻ തിങ് നമ്മളിപ്പോൾ യു എന്ന് പറഞ്ഞ വെലോസിറ്റി വേണമെങ്കിൽ നമുക്ക് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യണം ഫൈ എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ യു എന്ന് പറഞ്ഞ വെലോസിറ്റി വേണമെങ്കിൽ ആ ഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം, എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഡോ ഫൈ ബൈ ഡോ എക്സ് ചെയ്യണം. പക്ഷേ ചെയ്യേണ്ടത് എന്താ, നെഗറ്റീവ് ഡിഫറൻഷ്യലാണ്. സോ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്കെയിലാർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം സച്ച് ദാറ്റ് ഇറ്റ്സ് നെഗറ്റീവ് ഡെറിവേറ്റീവ്. നെഗറ്റീവ് ഡെറിവേറ്റീവ് എന്താ, വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ നമുക്ക് എന്താ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കിട്ടും. എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞ വെലോസിറ്റി വേണമെങ്കിൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എന്താ യുടെ ഡയറക്ഷൻ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പക്ഷേ ചെയ്യേണ്ട എന്താ, നെഗറ്റീവ് ഡിഫറൻഷ്യൽ ആണ്. സോ യു ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇനി വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫംഗ്ഷൻ എന്താണ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, നെഗറ്റീവ് ഡിഫറൻഷ്യൽ. ആൻഡ് ഡബ്ല്യു എന്ന് പറഞ്ഞ വെലോസിറ്റി കമ്പോണൻറ്റ് വേണമെങ്കിൽ എന്താണ്, ആ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എന്താണ് ഇസഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, നെഗറ്റീവാണ്. സോ എങ്ങനെയാണ് നമ്മൾ എന്ത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷനിലേക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഡോ ഇ ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0 ആണ്. സോ യു എന്ന് പറഞ്ഞ എക്സ്പ്രഷനും വി എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ നമ്മൾ കൊണ്ട് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് ഈ ഒരു സാധനത്തിന് നമ്മൾ എന്ത് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയണം. സോ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവിടെ എന്താ ഫ്ലൂയിഡ് ഫ്ലോ നടക്കും എന്നാണ് അതിൻ്റെ കണ്ടീഷൻ. ലാപ്ലേസ് ഇക്വേഷൻ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 അവിടെ എന്താ ഫ്ലോ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എന്താ ഫ്ലോ ഒക്കർ ചെയ്യും. സോ മെയിൻ തിങ് ഈ ഒരു വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ്. എന്താണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, യു വി ഡബ്ല്യു കണ്ടുപിടിക്കാനായിട്ടുള്ള റിലേഷൻസ്. ക്ലിയർ? ആൻഡ് സിമിലർലി അടുത്തൊരു ഫംഗ്ഷൻ ആണ് എന്ത്, സ്ട്രീം ഫംഗ്ഷൻ, ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ഇതും നമുക്ക് എന്താ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് എന്ത് സൈ എന്ന് പറയുന്നത്. പക്ഷേ മെയിൻ തിങ് നമ്മൾ നേരത്തെ എന്തായിരുന്നു, നെഗറ്റീവ് ഡിഫറൻഷ്യൽ എടുക്കണമായിരുന്നു അല്ലേ. ഇപ്പോൾ യു എന്ന് പറഞ്ഞ വെലോസിറ്റി വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡയറക്ഷൻ അതിൻ്റെ നെഗറ്റീവ് ഡിഫറൻഷ്യൽ എടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്കിപ്പോൾ യു എന്ന് പറഞ്ഞ വെലോസിറ്റി വേണമെങ്കിൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ പോലെ അല്ല, സ്ട്രീം ഫംഗ്ഷൻ ഡോ സൈനെ വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം, വൈ വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, റൈറ്റ് ആംഗിൾ ആയിട്ട് വേണം എന്ത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. സോ യു വേണമെങ്കിൽ ഡോ സൈ ബൈ ഡോ വൈ ആണ്, വി വേണമെങ്കിൽ എന്ത് ചെയ്യണം ഡോ സൈ ബൈ ഡോ എക്സ് ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം എന്താ നെഗറ്റീവ് ഡിഫറൻഷ്യൽ ആയിരിക്കണം. നിങ്ങളിപ്പോൾ യു നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വി എടുക്കാൻ പാടില്ല. ആൻഡ് ഇഫ് യു ആർ ടേക്കിംഗ് വി നെഗറ്റീവ് ഡിഫറൻഷ്യൽ എടുത്താൽ എന്താ യു എടുക്കാൻ പാടില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ യു ഈക്വൽ ടു മൈനസ് ഡോ സൈ ബൈ ഡോ വൈ, വി ഈക്വൽ ടു എന്താ ഡോ സൈ ബൈ ഡോ എക്സ്. ഇതാണ് എന്ത് സ്ട്രീം ഫംഗ്ഷൻ യു വി കണ്ടുപിടിക്കാനായിട്ടുള്ള റിലേഷൻ വരുന്നത്. സിമിലർലി ഇത് നമുക്ക് എന്താ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ ഇട്ട് പ്രൂവ് ചെയ്താൽ അതും എന്താ ഫ്ലൂയിഡ് ഫ്ലോസിൻ്റെ കേസാണ്. ആൻഡ് മെയിൻ തിങ് ഇത് അങ്ങോട്ട് മാറിപ്പോകരുത്, നെഗറ്റീവ് സൈൻ ഇടുന്നത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷനിൽ ത്രൂ ഔട്ട് ആയിട്ട് മൂന്നിനും നെഗറ്റീവ് വേണം, ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം. ആൻഡ് ഇതെന്താ യു വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ റൈറ്റ് ആംഗിൾ ഡയറക്ഷൻ വേണം എന്ത് എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി. സോ അതാണ് നമ്മളെന്ത് സ്ട്രീം ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് പഠിച്ചു, വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷനും സ്ട്രീം ഫംഗ്ഷനും. ആൻഡ് വൺ മോർ തിങ്, അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രീം ഫംഗ്ഷൻ എപ്പോഴും എന്താണ് 2 ഡയമെൻഷനിലായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞപ്പോഴും യുവും വിയും കമ്പോണൻറ്റേ പറഞ്ഞുള്ളൂ, ഡബ്ല്യു പറയാത്ത എന്തുകൊണ്ടാണ്, ഇത് 2 ഡയമെൻഷനിലാണ്. പക്ഷേ മറ്റേ കേസിൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ എന്താ 3 ഡയമെൻഷനിലാവാം, ഇല്ലേ 2 ഡയമെൻഷനിലാവും. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി ഉള്ളത്, നമുക്കിപ്പോൾ വെലോസിറ്റി പൊട്ടൻഷ്യൽ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു യു എന്ന് കിട്ടി. ഇനി സ്ട്രീം ഫംഗ്ഷനിൽ എന്താണ് ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു വി ആണെന്നറിയാം. അപ്പോൾ അതേപോലെ ഡോ സൈ ബൈ ഡോ വൈ ഈക്വൽ ടു എന്താ മൈനസ് യു ആണെന്നറിയാം. അപ്പോൾ യുവിൻ്റെ 2 കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യാനാണ്, ഇതിങ്ങനെ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ യു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം, മൈനസ് ഓഫ് ഡോ സൈ ബൈ ഡോ വൈ എന്ന് എഴുതിക്കും ഇവിടെ. അപ്പോൾ ഇതിനെ ഒരുമിച്ച് എഴുതണമെങ്കിൽ എന്താ ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്താ ഡോ സൈ ബൈ ഡോ വൈ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ. സിമിലർലി വി എന്ന് പറഞ്ഞ കമ്പോണൻറ്റിനെ ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് എഴുതാമല്ലോ, വി ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ ആണ് മൈനസ് ഓഫ്, അതേപോലെ വി ഈക്വൽ ടു എന്താ ഡോ സൈ ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ ഇത് ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് എഴുതാം മൈനസ് ഓഫ്. അപ്പോൾ ഈ ഒരു റിലേഷന് നമുക്കിപ്പോൾ കിട്ടിയേക്കണം, ഈ ഒരു റിലേഷനാണ് എന്ത് കോഷീസ് റീമാൻ റിലേഷൻ എന്ന് പറയുന്നത്. ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ സൈ ബൈ ഡോ വൈ ആൻഡ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ. ഇതിനെയാണ് എന്ത്
കോഷീസ് റീമാൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഫൈ എന്നിട്ട് സൈ കണ്ടുപിടിക്കാൻ പറയും, ഇല്ലെങ്കിൽ സൈ എന്നിട്ട് ഫൈ കണ്ടുപിടിക്കാൻ പറയും. അപ്പം യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷനാണ് ഇത്. ക്ലിയർ? നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷനും സ്ട്രീം ലൈൻ ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് നോക്കാനുള്ളത് ഇക്വിപൊട്ടൻഷ്യൽ ലൈനും സ്ട്രീം ലൈൻസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫൈ കോൺസ്റ്റൻ്റ് ആവുന്ന ലൈനെയാണ് നമ്മളെന്ത് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ -u/v ആയിരിക്കും. സ്ട്രീം ലൈൻ എന്ന് പറയുന്നിടത്ത് സ്ട്രീം ഫംഗ്ഷൻ സൈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈനെയാണ് നമ്മളെന്ത് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് v/u ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ് വരുന്നത്. ∂y/∂x = v/u. ഇപ്പോൾ നമുക്ക് രണ്ട് സ്ട്രീം ലൈൻ ഉണ്ട്, ഒരു ψ1 ഉണ്ട്, ഒരു ψ2 എന്ന് പറഞ്ഞ രണ്ട് സ്ട്രീം ലൈൻ ഉണ്ടെങ്കിൽ നമ്മളോട് ഇപ്പോൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീം ലൈൻസിൻ്റെ ഡിഫറൻസ് ψ1 - ψ2 ചെയ്താൽ നമുക്ക് അവിടുത്തെ എന്താ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. അതാണുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ എന്താ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈനാണ് എന്ത് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. സൈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് എന്ത് സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ഈ ഒരു ടോപ്പിക്കിൽ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ. ഇനി നമുക്ക് ഇതിൽ വോർട്ടെക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ച എന്തൊക്കെയായിരുന്നു? ഫ്ലോ ഇല്ല, ഫ്ലോയിൻ്റെ മോഷൻ, ലഗ്രാഞ്ചിയൻ ഉള്ളറിയൻ മെത്തേഡ്, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, വെലോസിറ്റി കമ്പോണൻസ് കാര്യങ്ങൾ, ഫ്ലോ പാറ്റേൺസ്, പിന്നെ ലാസ്റ്റ്ലി എന്താ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, സ്ട്രീം ഫംഗ്ഷൻ. അത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. സോ സ്റ്റഡി വെൽ. താങ്ക് യു.